അതേമാതിരി നമുക്ക് എന്ത് ചെയ്യാം, റംസാൻ സ്പെഷ്യൽ ഓഫർ കൊടുക്കാം. ഇത് VDA ആണ്, ഡീസൽ ഓട്ടോമാറ്റിക്. 2019 വണ്ടിന്റെ പ്രത്യേകത എന്താണ്, ഒരു പീസ് ഇതുമ്പോ റീപ്ലേസ്മെന്റ് ഇല്ല. അതാണ് ഈ വണ്ടിന്റെ ഹൈലൈറ്റ്. കാരണം 2019 1.15 ഓടിയിട്ടുണ്ട്, പക്ഷെ 1.2 വരെ ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് നമ്മള് ഇതേപോലെ നമ്മൾ ഓഫർ പ്രൈസിൽ ഇട്ട വണ്ടിയാണ്, ഓർമ്മ ഉണ്ടോ? 750 തന്നെ ഓഫർ പ്രൈസിൽ ഇട്ട വണ്ടിയാണ്. ഇത് 830 മാർക്കറ്റ് വില ഉള്ള വണ്ടിയാണ്. ഈ ഒരു ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് 830 ഒക്കെ ഇപ്പം മാർക്കറ്റിൽ കളിക്കുന്ന റേറ്റ്. ഇത് നമ്മൾ 750 ഇട്ടിരുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, റംസാൻ പ്രമാണിച്ച് പെരുന്നാൾക്ക് ആഗ്രഹങ്ങൾക്ക് 60 ഓക്കെ. മുഖ്താറാണ് ഈ നോമ്പ് തുടങ്ങിയ മുതൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുകയാണ് നാസർ ഖാൻ ഖാന്റെ ഒപ്പം വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നാണ്. കാരണം നല്ല പ്രൈസ് കുറഞ്ഞിട്ട് നല്ല ക്വാളിറ്റി കാറ്. ഒരൊറ്റ നെഗറ്റീവ്, ഞാൻ വീണ്ടും നെഗറ്റീവ് തന്നെ പറയും, ലോൺ മാത്രമല്ല മക്കളെ, റെഡി ക്യാഷ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. നല്ല പ്രൈസ് കുറച്ചിട്ടായിരിക്കും നാസർ ഖാൻ കൊടുക്കുന്നത്. നാസർ ഖാൻ എന്താ ലോൺ കൊടുക്കാത്ത നിങ്ങൾ? ലോണിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മള് പോവല്ലേ, വണ്ടിയിലേക്ക് പോവാം. ഓക്കെ, ലോണിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. ഓഫർ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ നോക്കിക്കോളി. 2013 2014 രജിസ്ട്രേഷന് നാസർ ഖാൻ എത്ര കൊടുക്കും നിങ്ങൾ? ഇത് നമുക്കൊരു 6 രൂപയ്ക്ക് കൊടുക്കാം. 6 ലക്ഷം റുപ്യ. 2014 രജിസ്ട്രേഷൻ വരുന്ന ഇന്നോവ G4 ആണ് 6 ലക്ഷം റുപ്യക്ക് തരാൻ പോകുന്നത്. ബ്രസർ 2019 ഡീസൽ ഓട്ടോമാറ്റിക്, നല്ല ക്ലീൻ കണ്ടീഷൻ വണ്ടി. എത്ര ഫൈനൽ കൊടുക്കും? 760 കൊടുക്കാം. 7,60,000. അപ്പൊ എന്തായാലും നാസർ ഖാന്റെ വീഡിയോ കാണാൻ മാത്രം വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നാസർ ഖാന്റെ വീഡിയോയിലേക്ക് നമ്മൾ എന്തായാലും പോവാണ്. തുടങ്ങാൻ നമുക്ക് എന്താ പറയാനുണ്ടോ? എന്താ പറയാനുള്ള നിങ്ങള്? എന്താ കാര്യമായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കുറച്ച് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ വീഡിയോ നമ്മളെ റെസ്പോണ്ട് അങ്ങനെ ഉണ്ട്, നല്ല റെസ്പോണ്ട് ആയിരുന്നു. ഒരുപാട് ആളുകൾ ഇപ്പോ നമ്മളൊരു ഗ്ലാൻസ് കൊടുത്തിട്ടുണ്ട്, സോറി ബലാനോ, നമ്മൾ ഓട്ടോമാറ്റിക് ഇല്ലേ, അത് കൊടുത്തത് അതെടുത്ത ആളെ വണ്ടി കണ്ടിട്ട് പോലുമില്ല. നമ്മളെ വീഡിയോ കണ്ടിട്ട് അയാൾ ടോക്കൺ ചെയ്തപ്പോ ആളിന് നെക്സ്റ്റ് മന്ത് ഒരു 15 നാട്ടിലേക്ക് വരുന്ന സമയത്ത് അയാൾക്ക് ഡെലിവറി. അതേപോലെ കഴിഞ്ഞ മാസം ഞാൻ വീഡിയോ ചെയ്തിട്ട് ഒരാൾ എന്നെ കൊല്ലത്ത് നിന്ന ആളാട്ടാ, മൂപ്പര് ഇവിടെ എത്തിയിട്ട് മുക്താറെ ഞാനിവിടെ എത്തിക്കണമെന്ന് പറഞ്ഞ വീഡിയോ കോൾ വരെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത എല്ലാ ഒട്ടുമിക്ക വണ്ടികളും കഴിഞ്ഞു പോയി, ഏകദേശം ഒക്കെ പോയി. നമ്മള് 2 ക്രിസ്റ്റുകളുണ്ട്, ഒരു ഗ്രേ കളർ ക്രിസ്റ്റ് ഉണ്ട് 2018. ആ ഒരു വണ്ടി ഇവിടെ ഉള്ളൂ, ഒറ്റ വണ്ടിയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ട് ഇവിടെ ബാക്കിയുള്ളത് ബാക്കി എല്ലാ വണ്ടികളും അല്ലേ, ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കഴിഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജെനുവിനായിട്ടാണ്. കാരണം ഞാൻ എല്ലാ ഷോറൂമിലും പോയിട്ട് എവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്യണം, കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. പക്ഷെ എന്നാലും നാസർ ഖാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ എനിക്കൊരു എന്നോട് ഇപ്പോൾ ഒരു നല്ലൊരു കസ്റ്റമർ എവിടെ പോയി എടുക്കണമെന്നാണ് ഞാൻ റെഡി ക്യാഷ് നിങ്ങളെ കയ്യിലുണ്ടോ, നിങ്ങൾ നാസർ ഖാൻ്റെ അടുത്തേക്ക് പോയാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണ് ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത്? നമ്മളെ മലപ്പുറം കൊണ്ടോട്ടി കീശ്ശേരി അല്ലേ, സെക്കൻഡ് സൗത്ത് എന്ന് പറഞ്ഞത്. സെക്കൻഡ് സൗത്തിൽ മോട്ടോറിസത്തിലാണുള്ളത്. അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വേഗം വിളിച്ചോളി. നാസർ ഖാൻ നമ്മൾ ബസ് തന്നെ Audi A3 ഒറിജിനൽ കേരള വണ്ടിയാണെന്നാ പറഞ്ഞത്. ഒറിജിനൽ കേരള വണ്ടി. അപ്പൊ പ്രൈസ് കൂടുതലല്ലോ? അല്ല, പൈസ ഏകദേശം ഒരു ലെവൽ നമുക്ക് വെക്കാം. ഏതാ മോഡൽ വരുന്നത്? അടിപൊളി കളറാട്ടോ, ആ ബ്ലൂ അടിപൊളി കളറാണ്, നല്ല അട്രാക്ഷൻ ഉണ്ട്. കാരണം 2016 രജിസ്ട്രേഷൻ. 2016 രജിസ്ട്രേഷൻ ഒറിജിനൽ കേരള വണ്ടി. എന്തായാലും പക്കയായിരിക്കും അല്ലേ? ഹിസ്റ്ററി ഏകദേശം ഉണ്ടാവും. 4th ഓണർ ആണ്, ഏകദേശം ഒക്കെ പക്കയായിരിക്കും. കിലോമീറ്റർ 1.8. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? നമുക്ക് 12,50,000 രൂപ കൊടുക്കാം. 12,50,000 കൊടുക്കാം. എത്ര വീണ്ടും അതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ലോൺ എന്നുള്ള ഓപ്ഷൻ ചോദിക്കും. പക്ഷെ റെഡി ക്യാഷ് 12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ A3 ഓടി ഒക്കെ ഇവിടെ ഇറക്കിക്കൊണ്ടുപോവാം. അതും മറ്റേ സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പ് അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ Audi A4 വരുന്നത്, സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പ്. അതും റീ രജിസ്ട്രേഷൻ നമ്പർ ആയ വണ്ടിയല്ല, KL 10 BK നമ്പർ ആയ വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള ആളാണ്, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഓണർഷിപ്പ് ആയിരുന്നത്. ഓണർഷിപ്പ് 3rd നമ്പർ ആയ വണ്ടിയാണ്. കിലോമീറ്റർ 80 സംതിങ് ഉണ്ടോ? ഇത് ഹിസ്റ്ററി ഉണ്ടോ? റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് ഉണ്ടോ നോക്കണ്ട. മെയിൻ ക്ലാസ് എന്തായാലും 2013 നമ്പർ ആയിട്ട് ലാസ്റ്റ് ഫൈനൽ എത്ര? ഇത് നമുക്കൊരു 10 രൂപ ക്ലോസ്. 10 ലക്ഷം രൂപയ്ക്ക് അല്ലേ മാക്സിമം. നമുക്ക് നെക്സ്റ്റ് മറ്റേ ഇതിലേക്ക് പോവാ, ഫോർച്യൂണർ ഓളത്ത് വരുന്നതാണ്. അല്ല എന്താ അറിയോ, അത് കണ്ടിന്യൂസ് ആയിട്ട് ലോൺ എന്നുള്ള ആ ഒരു സംസാരം വരുന്നതാണ് വീണ്ടും അതിലേക്ക് തന്നെ പോയി പോണത്. ഈ ഒരു ഫോർച്യൂണർ ഏകദേശം 1.5 ലക്ഷം രൂപ ഇതിന്റെ മുകളില് എക്സ്ട്രാ ഫിറ്റിംഗ് കയറിയിട്ടുണ്ട്. ഇത് 2015 മോഡല് 4x4 ഓട്ടോമാറ്റിക് ആണ്. 4x4 ഓട്ടോമാറ്റിക് 2013 ടിക്കറ്റ് കാര്യങ്ങൾ കയറിയിട്ടുണ്ട്. ഈ ഗ്രില്ല് മാറി, അതേപോലെ ഈ ഒരു പമ്പർമേൽ കുറച്ച് എക്സ്ട്രാ കയറി, താഴെ ഭാഗത്തൊക്കെ ഈ ഒരു സ്കേട്ടിങ്ങും കാര്യങ്ങളും കയറി. പിന്നെ ഇതിന്റെ
അലോയിൽ ഇതാക്കുന്ന ഫാൻസി അലോയിലായി. ഓക്കെ, ബാക്കിലെ ടൈൽ ലാമ്പ് LED ആയി. LED ആയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഇതിന് ബോഡിമേൽ മാറി, ബോർഡിന്റെ മുകളിൽ മാറി. പക്ഷെ വണ്ടി ഒന്നും ഒരു രക്ഷയില്ല. 13 പറഞ്ഞത് 2015 മോഡല്. 2015 മോഡലാണ്. ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1.55. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് ഉണ്ട്, മെയിൻ ഗ്ലാസ് മാത്രം. ലാസ്റ്റ് ഫൈനൽ എത്ര ആയിരിക്കുന്നത്? ഇത് നമുക്ക് 13,75,000. 1.5 ലക്ഷം രൂപയാണ് ഞാൻ എടുക്കൂ. 13,75,000 അല്ലേ? വണ്ടി കേട്ടോ, അടിപൊളി ഫോർച്യൂണർ 2015 13,50,000. ആ ബെൻസ് കൊടുക്കാനുള്ള 13,70,000. ആ ബെൻസ് കൊടുക്കാനുള്ള ബെൻസ് അല്ല, സോൾഡ് ഔട്ട് ആണ്. സോൾഡ് ഔട്ട് ആണ്. അപ്പൊ ചോദിക്കണ്ട. ഈ ക്ലാസ് ഈ റേഞ്ച് റോവറോ? ഇത് നമുക്ക് 2018-19 മോഡൽ വരുന്നുണ്ട്. 18-19 മോഡൽ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സിംഗിൾ ഓണർ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓപ്ഷൻ വരുന്നത് മിഡ് ആണ് വരുന്നത്. ഓക്കെ, കിലോമീറ്റർ വന്നിട്ട് ഇത് വെറും 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, നോ ക്ലെയിം ആണ്. ലാസ്റ്റ് എനിക്ക് എത്ര വരും? നമുക്ക് 45 രൂപ ക്ലോസ്. അപ്പൊ എനിക്ക് എത്ര വരും? എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് എന്താ ചെയ്തു? 45 ലക്ഷം രൂപയ്ക്ക് പടച്ചോനറിയാം. ഇതൊക്കെ ഏത് കാലം ഞാനൊക്കെ എടുക്കാം. സ്വന്തമായിട്ട് കാറ് വരെ ഇല്ലാത്ത ആഗ്രഹിച്ചോളി നടക്കും. ആഗ്രഹം നടക്കൂല ഞാൻ ഒരിക്കലും പറയില്ല. എന്താണോ ആഗ്രഹിച്ചത് കുന്നോളം ആഗ്രഹിച്ചാൽ ചിലപ്പോ കുറച്ചെങ്കിലും കിട്ടും. ആ ഉള്ള മതി. ആഗ്രഹമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കണം. അത് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമ്മള് എപ്പോഴും ആഗ്രഹിക്കണം, നല്ലത് ആഗ്രഹിക്കുക. എന്താ വെച്ചാല് നമുക്ക് ജീവിക്കാനുള്ള ആയത്തുണ്ടോ, ഒരു സമാധാനം ഉണ്ടോ? സമാധാനം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സമാധാനക്കേടും വരും. അല്ല, നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരിക്കലും ജീവിക്കരുത്. ഞമ്മക്ക് വേണ്ടി ജീവിക്കുക അല്ലെ? ഞമ്മക്ക് വേണ്ടി ജീവിച്ചാലേ നമ്മൾ എവിടെങ്കിലൊക്കെ എത്തും. പക്ഷെ ആഗ്രഹിക്കുന്നതിന് സ്വപ്നം കാണാൻ ആർക്കും പൈസയും കൊടുക്കണ്ട. അവോളം ആഗ്രഹിച്ചു നിങ്ങള്. ഓക്കെ, ഈ ഒരു ഇനോവ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ വണ്ടി ഇത് 2013-14 രജിസ്ട്രേഷൻ. 13-14 രജിസ്ട്രേഷൻ G4. തേർഡ് ഓണറിൽ നമ്പർ ആയ വണ്ടിയാണ് ഈ വണ്ടി. 1.15 ഓഡോമീറ്റർ. നമ്മൾ ഇതിന്റെ ഹിസ്റ്ററി എടുത്തിട്ടില്ല, കാരണം ആ മോഡൽ കുറഞ്ഞ വണ്ടികൾ നമ്മൾ ഹിസ്റ്ററി അങ്ങനെ എടുക്കലില്ല. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ്. ലാസ്റ്റ് ഫൈനൽ എത്ര ഞാൻ തരണ്ടേ? ഇത് നമുക്ക് ഒരു 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ 13,50,000 കേട്ടോ. 6 നിങ്ങൾ അത് 6 പറഞ്ഞ് നമുക്ക് ചോദിക്കും ചിലപ്പോ. 6,50,000 രൂപയ്ക്ക് 13-14 രജിസ്ട്രേഷൻ G4 ഇന്നോവ നടക്കാം. ക്രിസ്റ്റ ഇതൊരു കിഡ്ലം വണ്ടി കേട്ടോ. മെറൂൺ അല്ല, ഇത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് കളറല്ലേ വരുന്നത്? ഏതോ മോഡല്? ഇത് 2017 മോഡല്, സിംഗിൾ ഓണർ. ഇത് നമ്പർ ആക്കിട്ടോ വണ്ടി കൊടുക്കുന്നത്. അതായത് ഈ ബ്ലാക്ക് ലെയർ പീസാണ്. കാരണം എന്താ വെച്ചാൽ കുറെ ആൾക്കാർ അതായത് നമ്മള് ഇത് എന്താ വെച്ചാൽ കുറെ ആളുകൾ ചോദിക്കുന്ന വണ്ടിയാ ബ്ലാക്ക് ഉണ്ടോന്ന്. പക്ഷെ ബ്ലാക്ക് കിട്ടലില്ല. ഇപ്പൊ ആകെ ഒരു ഫോർച്യൂണർ ഞാൻ ബ്ലാക്ക് കൊടുത്തത്. ഇപ്പൊ ഫസ്റ്റ് വന്ന ക്രിസ്റ്റയാണ് ബ്ലാക്ക്. അപ്പൊ ബ്ലാക്ക് കുറച്ച് റയർ പീസ് തന്നെയാണ്. കിലോമീറ്റർ ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ്. 1.47 ഫുൾ ഹിസ്റ്ററി കമ്പനി. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ ചോദിക്കണ്ട. അതർ സ്റ്റേറ്റ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടോ ചോദിച്ചാൽ ചൂടുണ്ടാണല്ലേ? അതവിടെ ചൂട്. അവിടുത്തെ പിന്നെ പാർക്കിങ്ങിന്റെ സിസ്റ്റം ആക്സിഡന്റ് കൊണ്ട് വരുന്നുണ്ട്, ഇല്ലാന്നല്ല. അപ്പൊ 2017 ഈ ഒരു വണ്ടി എത്രക്ക് വേണം? ഈ ഒരു വണ്ടി നമുക്ക് 14 ലക്ഷം രൂപയ്ക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. 14 ലക്ഷം രൂപയ്ക്ക് അതേ സെയിം സാധനം തന്നെ 2017 സെയിം 247 ഓട്ടം. സർവീസ് 1 ലക്ഷം രൂപ മാറ്റാണ് ഇവിടെ കാണാൻ പോകുന്നത്. 13 ലക്ഷം രൂപ. എത്ര ഓട്ടോ? 247. കറക്റ്റ് 1 ലക്ഷം കിലോമീറ്റർ ഡിഫറൻസ്. ക്ലാസ് മാത്രം റീപ്ലേസ്മെന്റ്, വേറെ ഒന്നും നോക്കണ്ട. ഫുൾ കമ്പനി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇനി നമുക്ക് വന്നിട്ട് ഈ ഒരു സിറ്റി, ഹോണ്ട സിറ്റി ഡീസൽ ആണ്. ഇതിന്റെ പ്രത്യേകത കിലോമീറ്റർ കിങ് ആണ്. മൈലേജ് എത്ര കിട്ടും? 24, 22, 23 വണ്ടി ഉണ്ടോ? ഡീസൽ അത് CNG ആക്കിയാലോ? CNG ആക്കേണ്ടി വരും 30 കിട്ടണമെങ്കിൽ. CNG പെട്രോൾ ഇല്ല, പുള്ളിങ് കുറച്ച് കുറയും. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. എറണാകുളത്തൊക്കെ ഫുള്ള് പെട്രോൾ വണ്ടി CNG അല്ലേ? CNG ആക്കിയിട്ടുണ്ട്. അല്ല, പിന്നെ വേറെ കാര്യം, പുതിയ വണ്ടി CNG ആക്കുമ്പോ ഒന്നുകൂടി നമ്മൾ ഈ മലപ്പുറത്തൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ കാറ്റർക്കം കൂടുതലുണ്ട്. കുറച്ച് പുള്ളിങ്ങിന്റെ വിഷയത്തിൽ ചെറിയ വിഷയം ഉണ്ടാവും. ഓക്കെ, ഇതേതാ ഹോണ്ട സിറ്റി? ഹോണ്ട സിറ്റി 2014 മോഡല്. ഇത് നമുക്കൊരു കുറച്ച് കൊടുക്കാം. നമുക്ക് എത്ര കൊടുക്കാം? ഒരു 4.75 കൊടുത്തു. 4.75 2014 ഡീസൽ ഹോണ്ട സിറ്റി 24 മൈലേജ് കിട്ടും. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് തേർഡ് നമ്പർ ഉണ്ട്. കിലോമീറ്റർ 1.30. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാത്രം. അപ്പൊ 4.75 അല്ലേ? 4.75. ഓക്കെ, ഈ സ്വിഫ്റ്റോ? ഇത് സോൾഡായി. ബെലാനോ സോൾഡായി. ടോക്കൺ ഗ്ലാൻസ് കൊടുത്തോളി. ഏതാ മോഡല്? ഗ്ലാൻസ് നമുക്ക് പുത്തൻ വണ്ടി കേട്ടോ. ഇത് എടുക്കുന്ന ഒരാൾക്ക് ഷോറൂമിൽ നിന്ന് എടുത്ത് അതേ ഫീൽ കിട്ടും. ഏതാ മോഡല്? 2021 ആണ്.
പെട്രോൾ CVT ഓട്ടോമാറ്റിക്. CVT ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓൺഷിപ്പ് പറഞ്ഞത് ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. 44,000 ലാസ്റ്റ് സർവീസിന് 47 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എന്ന് പറയാൻ വയ്യ. ആ ഡോർ റീപ്ലേസ്മെന്റ്, അതിന്റെ ഫോട്ടോ ഉണ്ട് എന്റെ അടുത്ത്. ഓക്കെ, അതിന്റെ ഗ്ലാസ് മാറിയില്ലല്ലോ? ഇല്ല, ഗ്ലാസ് ഒന്നും അല്ല. അതിന്റെ ആ ഡോറിന് എന്ത് സംഭവിച്ചാൽ മതിലിന് വരുത്തിയതാ. ഒരു കമ്പനി കൊണ്ടുപോയപ്പോ കമ്പനി മാറ്റി കൊടുത്തു. ടൊയോട്ട അല്ലേ, എന്ത് കണ്ടാലും ചില്ലറ മാറ്റി ബിസിനസ്. ഓക്കെ, ഈ പ്രൈസ് ആണ് വരുന്നത്. ഇത് നമുക്ക് വന്നിട്ട് ഇതിപ്പോ ഞാൻ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഈ വണ്ടി ഓഫറിൽ വെച്ചിന് വണ്ടിയാണ്. നമുക്ക് ഓർമ്മ ഉണ്ടോ? എനിക്ക് ഓർമ്മ. നമ്മള് 780 ഓഫറിൽ ഇട്ട വണ്ടി അത്. ഇത് നമുക്ക് കുറച്ചും കൂടി കുറച്ച് കൊടുക്കും. നമുക്ക് ഇപ്പൊ റംസാന് ഇപ്പൊ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. ഒരു 60 ആക്കിയാലോ? 60 കൊടുക്കും. 60 അല്ല, വേണ്ട 760 കൊടുക്കും. ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം 750 നമ്മൾ ഓഫർ ഇട്ട പ്രൈസ് ആണ്. 760 ക്ലോസ് ചെയ്യാം. ഈ ബ്രസൽ അതേമാതിരി നമുക്ക് എന്ത് ചെയ്യാം, റംസാൻ സ്പെഷ്യൽ ഓഫർ കൊടുക്കാം. ഇത് VDA ആണ്, ഡീസൽ ഓട്ടോമാറ്റിക്. 2019 വണ്ടിന്റെ പ്രത്യേകത എന്താണ്, ഒരു പീസ് ഇതുമ്പോ റീപ്ലേസ്മെന്റ് ഇല്ല. അതാണ് ഈ വണ്ടിന്റെ ഹൈലൈറ്റ്. കാരണം 2019 1.15 ഓടിയിട്ടുണ്ട്. പക്ഷെ 1.2 വരെ ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് നമ്മള് ഇത് ഇതേപോലെ നമ്മൾ ഓഫർ പ്രൈസിൽ ഇട്ട വണ്ടിയാണ്. ഓർമ്മ ഉണ്ടോ? 780 തന്നെ ഓഫർ പ്രൈസിൽ ഇട്ട വണ്ടിയാണ്. ഇത് 830 മാർക്കറ്റ് വില ഉള്ള വണ്ടിയാണ്. ഈ ഒരു ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് 830 ഒക്കെ ഇപ്പം മാർക്കറ്റിൽ കളിക്കുന്ന റേറ്റ്. ഇത് നമ്മൾ 780 ഇട്ടിരുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, റംസാൻ പ്രമാണിച്ച് പെരുന്നാൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് 60 ആക്കി. ഈ ക്രിസ്റ്റ വന്നിട്ട് 2018 97,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിൽ ഇതാക്കുന്ന നമ്പറായി. 84 മാനുവൽ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ GX ആണ്. G ആണ് GX കൺവേർട്ട് ചെയ്ത്. റീപ്ലേസ്മെന്റ് ഒന്നും. ഞാൻ കോർണർ ഗ്ലാസ് എന്തോ റീപ്ലേസ്മെന്റ് ഉള്ളൂ. ഇത് വന്നിട്ട് 97,000 കിലോമീറ്റർ. ഹിസ്റ്ററി ഇല്ല. ഹിസ്റ്ററി ഈ വണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് അവിടെ കമ്പനിക്ക് 5 വർഷം ഓടിയ വണ്ടിയാണ്. അതായത് 2018, 19, 20, 21 വണ്ടി ഓടിയിട്ടില്ല. കൊറോണ ടൈമിൽ വണ്ടി ഓടിയിട്ടില്ല. ആ സമയത്ത് പിന്നെ 20,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് വന്ന് ഈ 100-200 വണ്ടി ഉണ്ടാവും ഒരു കമ്പനിക്ക്. അവർക്ക് നോൺ സർവീസ് സെന്റർ ഉണ്ടാവും. അവരെന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനി കയറുള്ളൂ, അല്ലെങ്കിൽ കയറൂല. അപ്പം ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കുന്നത്? ഇത് നമ്മളെ ഇപ്പോ 1560 ചോദിച്ച വണ്ടിയാണ്. ഈ വണ്ടി ഇതേമാതിരി എന്ത് ചെയ്യാം, ഒരു റംസാൻ പ്രമാണിച്ച് ചെറിയ ഒരു പ്രൈസ് കുറച്ചിട്ട് നമുക്ക് കൊടുക്കാം. എത്രക്ക്? ഒരു 15 റുപ്യക്കാണ് ക്ലോസ്. മോഡൽ 2018 ആണ്. 2018 ക്രിസ്റ്റ. ലാസ്റ്റ് 15 ലക്ഷം റുപ്യക്ക് പുതിയ ഇൻഷുറൻസ് ഇട്ടാണ് കൊടുക്കാം. ഓക്കെ നാസർക്ക, എന്തായാലും മാഷാ അല്ലാഹ് അടിപൊളിയാണ്. പെരുന്നാൾ ഉഷാറാവട്ടെ. നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കീശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കൊണ്ടോട്ടി, നിയർ കൊണ്ടോട്ടിയാണ്. എയർപോർട്ടിന്റെ അടുത്ത് കറക്റ്റ് 12 കിലോമീറ്റർ. സെക്കൻഡ് സൗത്ത് എന്നാണ് സ്ഥലത്തിന്റെ പേര്. അപ്പം മോട്ടോറിസം ഇപ്പൊ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ അവസാനിക്കാൻ മുന്നേ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. സ്ലോയില് വീഡിയോ കൊണ്ടുപോകാനും അറിയാം, നല്ല ജഗബോകാക്കാനും അറിയാം. കാരണം ഇത്ര വണ്ടിക്ക് ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. ഈ ഒരു സംസാരിക്കാൻ പറഞ്ഞ നിവർത്തില്ല. പിന്നെ നാസർ ഖാൻ അടുത്ത് സ്വാഭാവികമായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ട് വേഗം വിളിച്ചോടി മിസ്സാക്കാൻ നിൽക്കണ്ട.